വിദ്യാർത്ഥി സംഘടനകൾ വേണ്ടതില്ല എന്നൊരു ഘട്ടത്തിൽ സ്കൂളിൽ തീരുമാനിച്ചു. എന്താ അതിന്റെ ഫലം? അരാജക പ്രവണതകളുടെ കേന്ദ്രമായി മാറുന്നിടത്തെല്ലാം നിങ്ങൾ പരിശോധിക്കും. പൊളിറ്റിക്സ് ഇല്ലാത്തതിന്റെ പ്രശ്നം. ആ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് കുട്ടികൾക്കുള്ളിലേക്ക് പുതുബോധം കൊടുക്കുന്ന ഉപകരണമാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാകും. ആ പുതുബോധമാണ്, അതായത് കൂടിയിരിക്കുന്നവനെ സ്നേഹിക്കേണ്ടതാണ്, വിഷമിക്കുന്നവനെ ചേർത്തു പിടിക്കേണ്ടതാണ്, പ്രയാസപ്പെടുന്നവന്റെ കരുതലാവേണ്ടതാണ്, ഒരാൾക്കൊരു ദുഃഖമുണ്ടായാൽ ആ ദുഃഖം തിരിച്ചറിഞ്ഞ് മാറ്റേണ്ടതാണെന്ന് പുതുബോധം ഉണ്ടാവണമെങ്കിൽ അവന്റെ തലയിൽ പൊളിറ്റിക്സ് വേണം. നമ്മുടെ പാഠ്യപദ്ധതികളിൽ മാറ്റം വരണം. ഞാൻ വളരെ ഗൗരവത്തിൽ പറയാം. ഈ ഡ്രഗ് ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെ പറ്റി അവരോട് പഠിപ്പിക്കുന്നത് പോലെ തന്നെ സാമൂഹ്യ ബന്ധം ഓരോരുത്തരും സൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം നമ്മുടെ വിദ്യാർത്ഥികളെ പറഞ്ഞു ബോധ്യം. നിങ്ങളുടെ അല്ലെങ്കിൽ ഈ ഫോണുകളാണ് അല്ലെങ്കിൽ നവമാധ്യമങ്ങളാണ് ലോകം എന്ന് ചിന്തിക്കുന്നതോട് ഇതല്ല ലോകം, പുറത്തേക്ക് നോക്കാൻ പറയണം, പ്രകൃതിയെ നോക്കാൻ പറയണം. ഇപ്പോൾ ബഷീറിന്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണല്ലോ നമ്മുടെ ഭൂമിയുടെ അവകാശികൾ. ബഷീർ ഒരു വേളയിൽ ഭൂമിയുടെ അവകാശികൾ പറയുന്നുണ്ട്, എനിക്ക് പ്രകൃതിയെ ഒന്ന് കെട്ടിപ്പിടിക്കണം. അപ്പോൾ ബഷീറിന്റെ ഭാര്യ പറയുന്നത്, എന്നെയും കുട്ടികളെയും പ്രകൃതിയായ വിചാരിച്ചെങ്കിൽ കെട്ടിപ്പിടിച്ചോളി. അപ്പോൾ ബഷീർ പറയുന്നത്, അത്രയും ചെറുതാവാൻ ഞാനില്ല എന്നാണ് ബഷീർ.